ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പുതുവത്സരത്തിൻ്റെ എല്ലാ നന്മകളും നേരുന്നു. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, ഈ വരും വർഷത്തിൽ ഞങ്ങൾ ചുവട് വെച്ചിരിക്കുന്ന ഈ വർഷം വലിയൊരു അനുഗ്രഹമായി മാറാനുള്ള കൃപ നീ ഞങ്ങൾക്ക് തരണേ. പരിശുദ്ധ അമ്മേ, ഈ വർഷം മുഴുവൻ നിൻ്റെ സാന്നിധ്യം ഞങ്ങളോടൊപ്പം ആയിരിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെടണം, നിൻ്റെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടണം. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ്റെ അപേക്ഷിച്ചണമേ. ആമേൻ. പുതുവർഷം അല്ലെങ്കിൽ ന്യൂ ഇയർ ഇതൊക്കെ തുടങ്ങുമ്പോൾ പണ്ടുകാലം തൊട്ട് മനസ്സിൽ വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഓരോ വർഷവും നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ചെയ്യപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട്. ഡിസംബർ 31 നമ്മളിങ്ങനെ ഇരിക്കും, കുറച്ച് നന്ദിയും കാര്യങ്ങളൊക്കെ നമ്മൾ പറയും. തന്ന അനുഗ്രഹത്തിന്, എല്ലാ അനുഭവങ്ങൾക്കെല്ലാം നമ്മൾ നന്ദി പറയും. എന്നിട്ട് നമ്മൾ കുറേ തീരുമാനങ്ങളൊക്കെ എടുക്കാറുണ്ട്. 1 മുതൽ ഞാൻ പെർഫെക്റ്റ് ആയിരിക്കും എന്നും പറഞ്ഞ് നമ്മൾ ഒത്തിരി തീരുമാനങ്ങളൊക്കെ എടുക്കാറുണ്ട്. 1 തൊട്ടിട്ട്, ജനുവരി 1 തൊട്ടിട്ട് ഞാനൊരു പുതിയ ജീവിതമായിരിക്കും നയിക്കുന്നത്. പണ്ടൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്, കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് പൂര ഉഴപ്പായിരിക്കും. എന്നിട്ട് ഡിസംബർ 31 നമ്മളൊരു തീരുമാനം എടുക്കും. 1 തൊട്ട് ഒറ്റ ഉഴപ്പ് നമ്മൾ കാണിക്കത്തില്ല. ഇനി പ്രാർത്ഥനയിലൊക്കെ ഉഴപ്പായിരിക്കും. എല്ലാ ദിവസവും കുർബാനയ്ക്കൊക്കെ പൊയ്ക്കൊണ്ടിരുന്നവർ കുറേ കാലങ്ങളായിട്ട് കുർബാനയ്ക്കൊന്നും പോകുന്നില്ല. അപ്പോൾ 31 നമ്മളൊരു തീരുമാനം എടുക്കും. ഇനി 1 മുതൽ എല്ലാ ദിവസവും പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കും. ഇനി 1 മുതൽ മുടങ്ങാതെ സന്ധ്യാപ്രാർത്ഥന ചൊല്ലും. 1 മുതൽ ഇനി നല്ല കാര്യങ്ങളൊക്കെ ചെയ്യണം. 1 മുതൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളൊന്നും ഒരു വീഴ്ചയും വരുത്താൻ പാടില്ല എന്നിങ്ങനെ നമ്മൾ ഒത്തിരിയേറെ തീരുമാനങ്ങൾ എടുക്കുന്നതാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ ഇനി നന്നായിട്ടൊന്ന് നോക്കണം, കൂടുതൽ വീട്ടിൽ ശ്രദ്ധിക്കണം എന്നൊക്കെ ഒത്തിരി തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന ഒരു ദിവസമാണ് ശരിക്കും ഈ ഡിസംബർ 31 ജനുവരി 1. പക്ഷേ കുറച്ച് നാളുകൾ അങ്ങോട്ട് മുമ്പോട്ട് പോയി കഴിയുമ്പോൾ വീണ്ടും ശങ്കരൻ തെങ്ങേ തന്നെ എന്നൊക്കെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ വീണ്ടും പഴയ ജീവിതത്തിലേക്ക് തന്നെ ആയിത്തീരുകയാണ്. നമ്മൾ എടുത്ത ആ തീരുമാനങ്ങളൊന്നും ജീവിതത്തിൽ നടപ്പാക്കാൻ പറ്റുന്നില്ല, പ്രാവർത്തികമാക്കാൻ പറ്റുന്നില്ല, പ്രവൃത്തി തലത്തിലോട്ട് കൊണ്ടുവരാൻ പറ്റുന്നില്ല. എന്നും പള്ളി പോകണം എന്ന് തീരുമാനം എടുക്കുന്ന ഞാൻ വീണ്ടും മടി പിടിച്ച് പണ്ടത്തെ പോലെ തന്നെ കിടന്ന് ഉറങ്ങുകയാണ്. ഇനി എല്ലാ ദിവസവും സന്ധ്യാപ്രാർത്ഥനയ്ക്ക് മുടങ്ങാതെ വീട്ടിൽ ചൊല്ലണം എന്ന് തീരുമാനിക്കുന്ന നമ്മൾ പല ദിവസങ്ങളും അത് മുടങ്ങിപ്പോകുന്നു, കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം പ്രവൃത്തി തലത്തിലേക്ക് നമ്മൾ എടുത്ത തീരുമാനത്തെ കൊണ്ടെത്തിക്കാൻ പറ്റുന്നില്ല. നമുക്ക് ഈ വർഷം അതൊന്ന് മാറി നമ്മൾ ചിന്തിക്കാൻ പോവാണ്. നമുക്കതെങ്ങനെ പ്രാക്ടിക്കലി നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും, അതിന് എവിടെയാണ് നമുക്കൊരു മാറ്റം കൊണ്ടുവരേണ്ടത് എന്നുള്ള കാര്യം നമുക്കൊരു വചനത്തിൽ അധിഷ്ഠിതമായി ചിന്തിക്കാമെന്ന് കരുതുന്നു. അപ്പോൾ സുഭാഷിതങ്ങൾ 1:23 വചനം ഇങ്ങനെ പറയുന്നത്: എൻ്റെ ശാസന നീ ശ്രദ്ധിക്കുക, എൻ്റെ ചിന്തകൾ ഞാൻ നിങ്ങൾക്ക് പകർന്നു തരാം, എൻ്റെ വാക്കുകൾ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. എൻ്റെ ചിന്തകൾ ഞാൻ നിങ്ങൾക്ക് പകർന്നു തരാം, എൻ്റെ വാക്കുകൾ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. ഈ പ്രഭാഷകൻ്റെ പുസ്തകം 37:16 പറയുന്നു, ഓരോ പ്രവൃത്തിയുടെയും ആരംഭം ചിന്തയാണ്. ഓരോ പ്രവൃത്തികളുടെയും ആരംഭം ചിന്തയാണ്. ചിന്ത ഹൃദയത്തിൽ വേരൂന്നിയിരിക്കുന്നു. അതിന് 4 ശാഖയുണ്ട്: നന്മ, തിന്മ, ജീവൻ, മരണം. നിനക്ക് ഇഷ്ടമുള്ളത് നിനക്ക് തിരഞ്ഞെടുക്കാമെന്നാണ് പറയുന്നത്. നാവാണ് അതിൻ്റെ നിയന്താവെന്നൊക്കെ പ്രഭാഷകൻ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. കാരണം ഓരോ പ്രവൃത്തിയുടെ ആരംഭം ചിന്തയാണ്. നമ്മൾ എന്ത് പ്രവർത്തിക്കുന്നോ ആ പ്രവൃത്തിക്ക് മുമ്പ് നമ്മൾ ആ കാര്യം ചിന്തിക്കുന്നുണ്ട്, എന്ന് ആലോചിക്കുന്നുണ്ട്. ഉള്ളിൽ ആലോചനയുടെ തുടക്കമാണ്. ഒരു ചിന്തയുടെ അടുത്ത പാട്ടാണ് ഒരു പ്രവൃത്തി തലത്തിലൂടെ വരുന്നത്. എന്ത് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ചിന്തിക്കുന്നുണ്ട്. ഇപ്പോൾ നേരത്തെ പള്ളിയിൽ പോകുന്ന കാര്യം എടുക്കുകയാണ്. ഇപ്പോൾ രാവിലെയൊക്കെ എൻ്റെ മനസ്സിലൊക്കെ പിശാചിടുന്നൊരു ചിന്തയുണ്ട്. രാവിലെ 4 മണിക്ക് 4:30 ആകുമ്പോൾ പയ്യെ ഉണർന്ന് വരും. അപ്പോഴത്തേക്ക് നമ്മുടെ തലയിലൊരു ചിന്തയിടും, വൈകിട്ട് 8 മണിക്ക് കുർബാനയുണ്ട്, കിടന്നുറങ്ങിക്കോളാൻ പറയും. അപ്പോൾ ഒരു ചിന്ത. അപ്പോൾ നമ്മൾ അത് പ്രാവർത്തിക തലത്തിലോട്ടാക്കുകയാണ്. രാവിലെ വീണ്ടും കിടന്നുറങ്ങും, പോകത്തില്ല. പക്ഷെ രാവിലെ 4 മണിക്കൊക്കെ എണീറ്റ് 5 മണിയുടെ കുർബാനയ്ക്കൊക്കെ പോകുമ്പോഴത്തേക്ക് അതിനകത്തൊരു ത്യാഗമുണ്ട്, ഒരു വില കൊടുപ്പുണ്ട്. ത്യാഗം എടുക്കാത്ത പ്രാർത്ഥനയ്ക്കൊക്കെ എന്ത് ഫലമാണ് കിട്ടുന്നത്? ഒരു ത്യാഗം വേണ്ട നമ്മൾ ചെയ്യുമ്പോൾ. നമ്മളൊരു ജോലി ചെയ്യുമ്പോൾ ഒരു ത്യാഗത്തോടു കൂടി ചെയ്യുക. ഞാൻ കൊച്ചു ത്രേസ്യയുടെ ജീവിതചരിത്രത്തിലേക്ക് ഇങ്ങനെ വായിച്ചു കേട്ടിട്ടുണ്ട്. കൊച്ചു ത്രേസ്യ ചിലപ്പം ആത്മാക്കൾക്ക് വേണ്ടി കാഴ്ച വെച്ചിട്ട് കൊച്ചു ത്രേസ്യ ഈ കസേര ചാരി ഇരിക്കത്തില്ലെന്ന് പറയും.
അപ്പോൾ കസേര ചാരി ഇരിക്കത്തില്ല. അപ്പോൾ ആ ചാരി ഇരിക്കാത്തതിൻ്റെ വേദന പുറമൊക്കെ നട്ടലൊക്കെ പൊട്ടും. ഇരുന്ന് ജോലിയൊക്കെ ചെയ്ത് മടുക്കുമ്പോഴത്തേക്ക് നമ്മളറിയാതെ ചാരി ഇരിക്കത്തില്ല. കാരണം ആ വേദന കാഴ്ചവെച്ചുകൊണ്ടാണ് ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു ത്യാഗം വരുന്നുണ്ട്. ആ ത്യാഗത്തിന് ദൈവം വിലയിടും. ഇപ്പോൾ രാവിലെ വെളുപ്പിന് എണീറ്റൊക്കെ പോവുക എന്ന് പറയുന്നത് ത്യാഗമാണ്. അപ്പം ഈ പോകണ്ട എന്നൊരു ചിന്ത നമുക്ക് തരുന്നത് ദുഷ്ടം തരും. അപ്പോൾ ആ ചിന്തയ്ക്ക് ഒരു ചിന്ത വരുവാണ്. അപ്പോൾ ഒരു പ്രവൃത്തിയുടെ ആരംഭം ചിന്തയാണ്. ആ ചിന്തയുടെ ഒരു പ്രവൃത്തി തലത്തിലൂടെ നമ്മൾ വൈകിട്ട് 8 മണിക്ക് പോകത്തുള്ളൂ. പിടികിട്ടുന്നുണ്ടോ? അപ്പോൾ ഓരോ പ്രവൃത്തിയുടെ ആരംഭം ചിന്തയാണ്. ഇപ്പം എന്തെങ്കിലും നമുക്ക് ഒരു അനുസരണക്കേട് കാണിക്കണം, എന്നാലും നമ്മൾ ചിന്തിച്ചിട്ടാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലും തോന്നിവാസം കാണിച്ചു, ചിന്തിച്ചിട്ടാണ് ചെയ്യുന്നത്. ശരീരം കൊണ്ട് എന്തെങ്കിലും തെറ്റ്, അതിന് മുമ്പ് നമ്മൾ ചിന്തിക്കും. അല്ല, അർഹിക്കപ്പെടാത്തൊരു സാധനം നമ്മുടെ ശരീരത്തിന് കൊടുക്കുന്നു, ചിന്തിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. എല്ലായിടത്തും ഇത് വേണം വേണ്ട എന്നൊരു ഓപ്ഷൻ ഫ്രണ്ടിലുണ്ട്. അത് തിരഞ്ഞെടുക്കുന്ന നമ്മളാണ്. അത് നന്മയും തിന്മയും നിൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. അങ്ങനെ നന്മ തിരഞ്ഞെടുത്ത് നീ ആത്മാവിൽ ജീവിക്കും. നന്മ തിന്മ ജീവൻ മരണമെന്ന് പറയുന്നത്. നന്മ തിരഞ്ഞെടുത്ത് ആത്മാവിൽ ജീവിക്കും. തിന്മ തിരഞ്ഞെടുത്ത് നീ ആത്മാവിൽ മരിക്കും. നമ്മളൊരു കൊന്ത മൊത്തം ചൊല്ലുന്നു. ചില ആത്മാവിൽ മരിച്ച അവസ്ഥയിൽ നമ്മൾ ചൊല്ലാറുണ്ട്. അല്ലെ ഒരു കുർബാനയെ പങ്കെടുക്കുന്നു. ഒരു ആത്മാവിൽ ജീവിക്കുന്ന ഒരവസ്ഥ വേണം നമ്മൾ കുർബാനയിലൊക്കെ പങ്കെടുക്കുക. എങ്കിലേ അതൊരു അനുഭവമായി മാറത്തുള്ളൂ. കാരണം ദൈവത്തിൻ്റെ ശരീരം നമുക്ക് പകുത്തു തരുന്ന ഒരു മഹത്തായ ആരാധന, ഒരു മഹത്തായ കർമ്മമാണല്ലോ പരിശുദ്ധ കുർബാന എന്ന് പറയുന്നത്. അത് ആത്മാവിൽ ജീവിക്കുന്നവരായി ആത്മാവിൻ്റെ സാന്നിധ്യത്തിൽ വേണം നമ്മളത് ഉൾക്കൊള്ളാനായിട്ട്, പങ്കെടുക്കാനായിട്ട്. അപ്പോൾ അത് കൃപയായിട്ട് മാറും. അപ്പോൾ എല്ലാ പ്രവൃത്തിയുടെയും ആരംഭം ചിന്തയാണ്. അപ്പം നമ്മൾ ഈ എടുക്കുന്ന തീരുമാനങ്ങൾ, ഈ 1-ാം തീയതി, 31-ാം തീയതി, ഡിസംബർ 31, ജനുവരി 1 എടുക്കുന്ന തീരുമാനങ്ങൾ നമുക്ക് നടപ്പാക്കാൻ പറ്റാത്തതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചിന്തയ്ക്ക് ഒരു മാറ്റം വരുന്നില്ല. കാരണം നമ്മുടെ പ്രവൃത്തി അത് തന്നെയാണ്, റിപ്പീറ്റഡ് ആണ്. ആക്ടിവിറ്റി റിപ്പീറ്റഡ് ആവുക, അങ്ങനെ തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. കഴിഞ്ഞ വർഷം നമ്മൾ എന്തൊക്കെ ചെയ്തോ, കഴിഞ്ഞ വർഷം എന്തൊക്കെ കണ്ടോ, എന്തൊക്കെ കേട്ടോ, എന്തൊക്കെ സ്പർശിച്ചോ, എന്തൊക്കെയൊക്കെ ഇൻവോൾവ്മെൻ്റ് എടുത്തോ, അത് തന്നെ ഈ വർഷം ചെയ്യാൻ പോണത്. അപ്പോൾ ആ പ്രവൃത്തികൾക്ക് മാറ്റം വരുന്നില്ല. പ്രവൃത്തികൾക്ക് മാറ്റം വരാതെ ജീവിതം മാറത്തില്ല. ഇന്ന് കണ്ട പോലെ, ഇന്ന് കേട്ട പോലെ, ഇന്ന് ചിന്തിച്ച പോലെ തന്നെ നാളെയും ഒരു മാറ്റവും വരുന്നില്ല. അതുപോലെ നാളെ കഴിഞ്ഞ്, അതുപോലെ ഞാൻ ഇന്നലെ ചെയ്തു. പിന്നെ എന്തിനാണ് നമുക്ക് മാറ്റങ്ങൾ വരേണ്ടത്? എന്തിനാണ് ഞാൻ അനുഗ്രഹിക്കപ്പെടേണ്ടത്? എന്തിനാണ് എനിക്ക് ജോലി കിട്ടേണ്ടത്? ഞാൻ എന്തിന് കല്യാണം കഴിക്കണം? എനിക്കെന്തിന് കുഞ്ഞുങ്ങൾ ജനിക്കണം? എനിക്ക് എന്തുകൊണ്ട് ഫാമിലി സ്റ്റാറ്റസ് മാറണം? എന്തിന് കടബാധ്യത മാറണം എൻ്റെ ജീവിതത്തിന് മാറ്റം വരാതെ? അപ്പോൾ ജീവിതത്തിന് മാറ്റം വരുന്നില്ല എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ പ്രവർത്തിക്കുന്ന പ്രവൃത്തി തലത്തിന് മാറ്റം വരുന്നില്ല. അതാണ് എൻ്റെ മീനിങ്. പ്രവൃത്തി തലത്തിന് മാറ്റം വരുന്നില്ല, അതിന് കാരണം നമ്മുടെ ചിന്തയാണ്. നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന പോലെ തന്നെയാണ് നാളെയും. അപ്പോൾ നമ്മുടെ ഒരു റൂട്ട് കോഴ്സ് എന്ന് പറയുന്നത്, ഞങ്ങളുടെ എഞ്ചിനീയറിംഗ് ഭാഷയിലൊക്കെ പറയും റൂട്ട് കോഴ്സ് അനാലിസിസ് എന്ന് പറയും. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെ ഇരുന്ന് അനലൈസ് ചെയ്യും. ഇതിൻ്റെ റൂട്ട് കോഴ്സ് എന്താണ്, ഇതിൻ്റെ വേര് എവിടെയാണെന്ന് തപ്പും. എന്നിട്ട് ആ വേര് ക്ലിയർ ചെയ്യും. പറിച്ച് കളയേണ്ടതാണ് പറിച്ച് കളയും. നീ അത് കറക്റ്റ് ചെയ്തെടുക്കേണ്ടതാണ് കറക്റ്റ് ചെയ്തെടുക്കും എന്ന് പറയുന്ന പോലെ നമ്മുടെ എല്ലാ പ്രവൃത്തിയുടെയും റൂട്ട് എന്ന് പറയുന്നത് നമ്മുടെ ചിന്തയാണ്. അപ്പോൾ ഈ ചിന്തയ്ക്ക് ഒരു മാറ്റം വരണം. ഈ ചിന്തയ്ക്ക് മാറ്റം വരണമെങ്കിൽ വേറൊരു ചിന്തയായിട്ട് കമ്പയർ ചെയ്യാതെ ഇതിന് മാറ്റം വരത്തില്ല. ശരിയാണല്ലോ? ശരിയാണ്. ഇപ്പം പലപ്പോഴും നമ്മൾ കമ്പനിയിലൊക്കെ 2 പേര് വർക്ക് ചെയ്യുന്നു. ഒരാൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നു, ഒരാൾക്ക് പ്രശ്നമുണ്ട്. അപ്പോൾ പ്രശ്നമുള്ള ഒരാളോട് നമ്മൾ പറയും, ദേ അങ്ങേരെ നോക്കി പഠിക്കാൻ പറയും, അങ്ങേര് ചെയ്യുന്ന കണ്ട് പഠിക്കാൻ പറയും. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഡയറക്ടർ, അയാൾ നന്നായിട്ട് ഡയറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അസിസ്റ്റൻ്റായിട്ട് ചേരുന്നവർ ആ ഡയറക്ടർ ചെയ്യുന്നത് കണ്ട് മനസ്സിലാക്കി അതുപോലെ പഠിച്ചെടുക്കും. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് അവരുടെ ആ ജൂനിയർ അല്ലെങ്കിൽ അസിസ്റ്റൻറ്റ് ഡയറക്ടറുടെ ആ ഒരു സ്കില്ല് പയ്യെ ഡയറക്ടറുടെ സ്കില്ലിലേക്ക് അപ്ഗ്രേഡ് ആവും. അപ്ഗ്രേഡായിട്ട് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ആ ഡയറക്ടർ ചെയ്യുന്ന പോലെ തന്നെ അയാൾക്കും ചെയ്യാനായിട്ട് പറ്റും. അപ്പം പണ്ടത്തെ സിറ്റുവേഷനിലല്ല അസിസ്റ്റൻ്റ് നിൽക്കുന്നത്, ഒരു ഡയറക്ടറുടെ സിറ്റുവേഷൻ. അപ്പോൾ പുതിയൊരു പ്രോഗ്രാം അയാൾക്ക് തന്നെ ഡയറക്റ്റ് ചെയ്യാനുള്ള ഒരു സ്കില്ലിലേക്ക് അയാൾ കയറി വരുന്നു എന്ന് പറയുന്ന പോലെ തന്നെ വേറൊരു സാധനമായിട്ട് കമ്പയർ ചെയ്തെങ്കിലേ ഇവിടുത്തെ സാധനത്തിന് എന്താ പ്രശ്നം നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അപ്പം നമ്മുടെ ചിന്ത കമ്പയർ ചെയ്യേണ്ടത് ദൈവത്തിൻ്റെ ചിന്തയുമായിട്ടാണ്. ദൈവത്തിൻ്റെ ചിന്തയായിട്ടാണ്. പലപ്പോഴും ഞാനൊക്കെ എടുക്കുന്ന ഒരു തീരുമാനമുണ്ട്, ഈ ജനുവരി 1 നടപ്പാക്കാൻ പറ്റിയിട്ടില്ല പലപ്പോഴും. കർത്താവേ, നിൻ്റെ ചിന്തയ്ക്കൊത്ത് നിൻ്റെ ഹിതമനുസരിച്ച് വ്യാപരിക്കാൻ നീ എന്നെ സഹായിക്കണേ എന്ന് പലപ്പോഴും ജനുവരി 1 ആദ്യം എണീറ്റ് പ്രാർത്ഥിച്ചിട്ടുണ്ട്. നിൻ്റെ ഹിതമനുസരിച്ച്, നിൻ്റെ ആഗ്രഹം, നിൻ്റെ ചിന്ത അനുസരിച്ച്, നിൻ്റെ ഹിതമനുസരിച്ച് നിൻ്റെ ആഗ്രഹം നിവർത്തിക്കാൻ നീ എനിക്ക് ഈ വർഷം കൃപ തരണേ. ദൈവത്തിൻ്റെ ആഗ്രഹം പോയിട്ട്
നമ്മളെടുക്കുന്ന തീരുമാനം പോലും നമുക്ക് നടപ്പാക്കാൻ പറ്റുന്നില്ല. അപ്പം നിൻ്റെ ഹിതമനുസരിച്ച് ഇതാ കർത്താവിൻ്റെ ദാസി നിൻ്റെ വചനം പോലെ എന്നിലാവട്ടെ എന്ന് ദൈവഹിതത്തിന് വിധേയപ്പെട്ട പരിശുദ്ധ അമ്മയെപ്പോലെ നിൻ്റെ ഹിതം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ, ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന്, ദൈവത്തിൻ്റെ ചിന്ത എന്താണെന്ന് ഞാൻ അറിയണം. അതിനാണ് സുഭാഷിതങ്ങൾ 1:23 പറയുന്നത്, എൻ്റെ ശാസന നീ ശ്രദ്ധിക്കുക. കാരണം ചില പർട്ടിക്കുലർ സിറ്റുവേഷനിലൂടെ പെടും നമ്മൾ. കാരണം അതേ തീരുമാനത്തിൽ അതേ രീതികളിൽ തന്നെ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് പ്രശ്നങ്ങൾ ഉടലെടുക്കും. അങ്ങനെ ചില പ്രശ്നത്തിൽ നമ്മൾ ഇങ്ങനെ ആ പ്രശ്നത്തെ മറികടക്കാൻ പറ്റാതെ പ്രതിസന്ധിയിൽ ആണ്ട് പോകുമ്പോഴാണ് നമ്മൾ കർത്താവിൻ്റെ അടുത്ത് മുമ്പിൽ വന്ന് ശരണപ്പെടുന്നത്. എൻ്റെ പൊന്ന് കർത്താവേ, ഇതൊന്ന് സോൾവ് ചെയ്ത് തരാവോ, അല്ലെങ്കിൽ ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, എനിക്കൊന്ന് മനസ്സിലാക്കി തരാവോ. അങ്ങനെ അതാണ് എൻ്റെ ശാസന നീ ശ്രദ്ധിക്കുക. കാരണം ദൈവം ശാസിക്കുന്ന അതെ. കാരണം നമ്മുടെ ചിന്തയ്ക്ക് മാറ്റം വരാതെ വരുമ്പോൾ ദൈവം ശാസിക്കും. ദൈവം ഭയങ്കരമായിട്ട് അതിനൊക്കെ കട്ടാൻ ഷാർപ്പാണ്. ചിലപ്പോൾ 4 ഭാഗത്തു നിന്ന് അടിക്കും. ചിലപ്പോൾ നമ്മുടെ ഹയർ അതോറിറ്റീസിനെ കൊണ്ട് നമ്മൾക്കിട്ട് അടുപ്പിക്കും. ചിലപ്പോൾ അപ്പനെ കൊണ്ട് അടുപ്പിക്കും. ഒരു ദിവസം ഇങ്ങനെ പപ്പായുമായിട്ട് ഭയങ്കര പ്രശ്നം. അപ്പോൾ പപ്പ ഒത്തിരി വേണ്ടാത്ത കാര്യങ്ങളൊക്കെ പറയുന്നു, ചീത്തയൊക്കെ പറയുന്നു. എനിക്ക് മനസ്സിന് ഭയങ്കര വിഷമം. അങ്ങനെ ഞാൻ എൻ്റെ സ്പിരിച്വൽ ഫാദറിൻ്റെ അടുത്ത് കുമ്പസാരിക്കാൻ വേണ്ടി ചെന്നു. അവിടെ ചെന്ന് അച്ഛൻ്റെ അടുത്ത് കൺഫെഷൻ്റെ സമയത്ത് ഞാനിങ്ങനെ പറഞ്ഞു, വെച്ചാൽ ഇങ്ങനെ പപ്പ ഒരു രക്ഷയില്ല, ഇങ്ങനെ ഭയങ്കരമായിട്ട് അത് പറയുക ഇത് പറയുക എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് അച്ഛൻ എന്നോട് ഇങ്ങനെ ചോദിച്ച ചോദ്യമുണ്ട്, നിൻ്റെ അപ്പം പോലും നിനക്കൊരു വില തരുന്നുണ്ടെങ്കിൽ ഇങ്ങനെ പറയത്തില്ലല്ലോ. അപ്പം സ്വന്തം അപ്പം പോലും നിനക്ക് വില തരുന്നില്ല. അങ്ങനെയാണെങ്കിൽ നീ പറയുന്ന ഒരു കാര്യം നിൻ്റെ ജൂനിയേഴ്സ് അനുസരിക്കുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് നീ അവരോട് എന്തിനാണ് കടന്ന് ചാടുന്നത്? ഭയങ്കര ഒരു വെളിവായിരുന്നു തലയ്ക്ക്. കാരണം സ്വന്തം അപ്പം പോലും നമ്മളെ വില മതിക്കുന്നില്ല. എന്നിട്ട് ഞാൻ ഓഫീസിൽ എനിക്ക് വില വേണമെന്ന് ഇൻഡയറക്റ്റായിട്ട് ഞാൻ സ്ഥാപിക്കുക, നീ ഇത് ചെയ്തേ പറ്റൂ നമ്മുടെ ജൂനിയേഴ്സിനോടൊക്കെ. കാരണം അങ്ങനെ ഒരു നിലപാട് നമ്മളെ മാറ്റം വരുത്താൻ വേണ്ടി അപ്പനെ കൊണ്ട് ദൈവം അടുപ്പിക്കും. ആ ചിന്തയ്ക്കൊരു മാറ്റം വരണം. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അങ്ങനെ ഒരു നിലപാട് എടുക്കാൻ തുടങ്ങി. കാരണം ഈ നമ്മളൊക്കെ ഇങ്ങനെ പറയുന്ന കാര്യങ്ങൾ വിതക്കാരൻ വിതയ്ക്കണ പോലെ അത് ചിലത് നല്ല നിലത്ത് വീഴും, ചിലത് വഴിയരികത്ത് വീഴും, ചിലത് പാറപ്പുറത്ത് വീഴും, ചിലത് ഈ കല്ലും മുള്ളിൻ്റെയൊക്കെ നടുക്ക് വീഴും. അപ്പോൾ അത് പല രീതിക്കായിരിക്കും പലരും അക്സെപ്റ്റ് ചെയ്യുന്നത്. 10 പേരുണ്ടെങ്കിൽ അതിൽ ചിലത് നല്ല നിലമായിരിക്കാം, ചിലത് വഴിയരികായിരിക്കാം. ഇതെല്ലാം നല്ല നിലത്തിൽ വീണ് 100 മേനി കായ്ക്കണമെന്ന് ഞാൻ എന്തിനാ വാശി പിടിക്കുന്നത്? അത് അവരുടെ സമർപ്പണവും അവരുടെ തീരുമാനവും അവരുടെ വിട്ടുകൊടുക്കൽ എല്ലാത്തിനെയും ബേസ് ചെയ്തിരിക്കുക. അത് ഞാനിവിടെ വാശി പിടിച്ചോണ്ടിരുന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അങ്ങനെ ഒരു ചിന്ത വരാൻ തുടങ്ങി. അത് പയ്യെ പ്രാവർത്തികമാക്കാൻ തുടങ്ങി. നമുക്ക് പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞു പോയി, അതിനെ അനുസരിക്കുന്നവർ വേണം, ഉണ്ടെങ്കിൽ അവരത് കയറി വരും, അല്ലെങ്കിൽ പിന്നെ വരില്ല, നോ എന്നും പറഞ്ഞിട്ട് വിതക്കാരൻ അവരുടെ ഒന്നും പുറകെ ചെന്നിട്ട് ഈ വഴിയരിയെ കിടന്ന സാധനം എടുത്ത് പിന്നെ കൊണ്ട് നല്ല നിലത്തിലിടാനൊന്നും എഫേർട്ടൊന്നും എടുത്തിട്ടില്ല. അത് ഓരോരുത്തരുടെ സമർപ്പണത്തിനെ ബേസ് ചെയ്തായിരിക്കുന്നത്. ഇനി നല്ല നിലത്ത് വീണാൽ പോലും 30, 60, 90, 100 അങ്ങനെയാണ് പറയണത്. 100-ലെത്തിയിട്ടുണ്ടോയെന്ന് സംശയമാണ്. 90 വരെ പറഞ്ഞിട്ടുള്ളതെന്ന് തോന്നുന്നു. കാരണം 100 മേനി കായ്ക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുമ്പോൾ അതിൽ ചിലപ്പം നമ്മുടെ കയ്യിലിരിപ്പ് കൊണ്ട് ചിലപ്പോൾ 10 മേനി അതിനകത്ത് വരത്തുള്ളൂ. ഒരു 100% റിസൾട്ട് വരണം എന്ന് പറഞ്ഞ് നമ്മളൊരു ഡ്യൂട്ടി ഏൽപ്പിക്കുമ്പോൾ നമ്മുടെ കയ്യിലിരിപ്പ് കൊണ്ട് ചിലപ്പോൾ 10% പോലും വന്നൊന്നും വരില്ല. ചിലപ്പോൾ അത് 30% വന്നെന്നിരിക്കും, ചിലപ്പോൾ 50 വന്നെന്നിരിക്കും, ചിലപ്പോൾ 60 വന്നെന്നിരിക്കും, ചിലപ്പോൾ 90 വന്നെന്നിരിക്കും. 100 ഒന്നും ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല എൻ്റെ ഭാഗത്തു നിന്നൊക്കെ വന്നിട്ടുണ്ടെന്ന്, ഇല്ലെന്ന് വേണേൽ പറയാം. അപ്പോൾ അങ്ങനെ ഒരു ചിന്തയ്ക്ക് നമുക്ക് ഒരു മാറ്റം വരാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പം പറച്ചിൽ നിർത്തി. അപ്പം എൻ്റെ ഉള്ളിലെ മർക്കടമുഷ്ടിയായ ഒരു സ്വഭാവം മാറ്റം വരുത്താൻ വേണ്ടി അപ്പനെ കൊണ്ട് ദൈവം അടുപ്പിക്കും. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ വരുന്നത്. അപ്പോൾ ശാസന തരാൻ തുടങ്ങിയ ദൈവം ഇത് അപ്പനെ കൊണ്ടാണ് ശാസന തരയിപ്പിക്കുന്നത്. അങ്ങനെ ശാസന തരുമ്പോൾ ദൈവം പറയുകയാണ്, എൻ്റെ ചിന്തകൾ ഞാൻ നിങ്ങൾക്ക് പകർന്നു തരാം. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്. കർത്താവിൻ്റെ മുമ്പിൽ ഇരുന്നിട്ട്, കർത്താവെ ഞാൻ ഈ സമയത്ത് എന്ത് ചെയ്യണം? അപ്പോൾ ചെയ്യുന്നത് പ്രവൃത്തിയാണേ. അപ്പോൾ ചെയ്യാനുള്ള കാര്യങ്ങൾ ദൈവത്തിൻ്റെ ചിന്ത നമുക്ക് പകർന്നു തന്നെങ്കിൽ മാത്രമേ നമുക്ക് അതൊരു തീരുമാനം എടുക്കാൻ പറ്റത്തുള്ളൂ. ഇനി എങ്ങനെയാണ് ആ ചിന്ത പകർന്നു തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത വചനത്തിൽ പറയുന്നു, ആ വചനത്തിൻ്റെ അടുത്ത ഭാഗത്തിൽ പറയുന്നു, എൻ്റെ വാക്കുകൾ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം, എൻ്റെ ചിന്ത ഞാൻ പകർന്നു തരാം, എൻ്റെ വാക്കുകൾ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. എൻ്റെ ചിന്ത ഞാൻ നിങ്ങൾക്ക് പകർന്നു തരാം, എൻ്റെ വാക്കുകൾ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. ദൈവത്തിൻ്റെ ആദരത്തിലൂടെ വന്ന വചനങ്ങൾ നമ്മൾ മനസ്സിലാക്കി എടുക്കുന്നതിലൂടെയാണ് ദൈവത്തിൻ്റെ ചിന്ത എന്താണെന്ന് നമുക്കറിയാൻ പറ്റത്തുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? അതായത് കർത്താവിൻ്റെ ആദരത്തിൽ. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മ പറഞ്ഞത്, അവൻ പറഞ്ഞു ചെയ്യും.
ജസ്റ്റ് ഡു വാട്ട് ഹി സൈസ്. അവൻ എന്താണ് പറഞ്ഞത് അത് നിശ്ചയ. എന്ന് വെച്ചാൽ ഈശോയുടെ അതിർത്തിയിൽ നിന്ന് വന്ന വാക്കുകൾ അനുസരിക്കാൻ തുടങ്ങുമ്പോഴാണ് അനുഗ്രഹം. അനുസരിക്കാൻ തുടങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വചനത്തിൻ്റെ ഉൾക്കാഴ്ചകൾ അല്ലെ വചനത്തിൻ്റെ നിഗൂഢതകൾ മനസ്സിലാക്കാത്ത ഒരു വ്യക്തിക്ക് ഒരിക്കലും അത് അനുസരിക്കാൻ പറ്റത്തില്ല. കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കുമെന്ന് പറഞ്ഞ കർത്താവ് കാഴ്ചപ്പാടിനെയാണ് പറഞ്ഞേക്കണത്. ഒരു കാഴ്ച കാണുമ്പോൾ, ഒരു സംഭവത്തെ വീക്ഷിക്കുമ്പോൾ നിൻ്റെ ഉള്ളിൽ ഉണ്ടാവുന്ന കാഴ്ചപ്പാട്, നിൻ്റെ ചിന്താഗതികൾ എങ്ങനെയാണ്, അതിന് മാറ്റം വന്നു കഴിഞ്ഞാൽ നീ പ്രകാശിക്കുമെന്നാണ് പറയുന്നത്. നിൻ്റെ ശരീരം മുഴുവൻ പ്രകാശിക്കും. എന്ന് വെച്ചാൽ ശരീരത്തിലൂടെ വരുന്ന ഓരോ ആക്ടിവിറ്റിയും ഫ്രൂട്ട്ഫുള്ളാണ്, അത് പ്രകാശിതമായിരിക്കും. അത് അന്ധകാരത്തിൻ്റെ ഒരു ആക്ടിവിറ്റി വരത്തില്ല. നീ കൈകൊണ്ട് എന്ത് ചെയ്താലും അനുഗ്രഹമായിരിക്കും. നിൻ്റെ കാഴ്ചപ്പാട് ശരിയാണെങ്കിൽ നീ എന്ത് നോക്കിയാലും ബ്ലെസ്ഡ് ആയിരിക്കും. നിൻ്റെ കാഴ്ചപ്പാട് ഓക്കെ ആണെങ്കിൽ നീ എന്ത് പറഞ്ഞാലും അനുഗ്രഹമായിരിക്കും. നീ എന്ത് ചിന്തിച്ചാലും ഓക്കെയാണ്. നീ എവിടെ വ്യാപരിച്ചാലും ഓക്കെയാണ്. എന്ത് ചെയ്താലും അനുഗ്രഹമായിരിക്കും. അപ്പോൾ അവിടെയാണ് ആ വചനത്തിൻ്റെ ഇത് മനസ്സിലാകുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ കാഴ്ചപ്പാടുമായിട്ട് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ചിന്താഗതിയുമായിട്ട് നമ്മുടെ ചിന്താഗതിയെ ഒന്ന് താരതമ്യം ചെയ്യുക. അങ്ങനെ താരതമ്യം ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാകും, ഓ എത്ര നികൃഷ്ടനായ ജീവിയാണ് ഈ ഞാൻ. കാരണം എന്ത് മോശമായ ചിന്താഗതിക്ക് ഉടമയാണ് ഞാൻ. അങ്ങനെ വരുമ്പോഴാണ് യോഹന്നാൻ 17:19 നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി എടുക്കാൻ നമുക്ക് പറ്റുന്നത്. അവരും സത്യത്താൽ വിശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടി കർത്താവേ ഞാൻ എന്നെ തന്നെ സത്യത്താൽ വിശുദ്ധീകരിക്കുന്നു. അങ്ങനെ കമ്പയർ ചെയ്യുന്ന ഒരാൾ ഒരിക്കലും മറ്റൊരു വ്യക്തിയുടെ കുറ്റം പറയത്തില്ല, മറ്റൊരു വ്യക്തിയുടെ കുറവ് പറയത്തില്ല. കാരണം ദൈവത്തിൻ്റെ ചിന്ത മനസ്സിലാകുന്ന ഒരാൾക്ക് ആ ചിന്തയുടെ മുമ്പിൽ ഞാൻ എൻ്റെ ചിന്ത കൊണ്ട് വയ്ക്കുമ്പോൾ അത് പരമപരിശുദ്ധനായ ഒരു പരിശുദ്ധിയുടെ ചിന്തയാണ് ദൈവത്തിൻ്റെ ചിന്ത എന്ന് പറയുന്നത്. എൻ്റെ ചിന്ത എന്നൊക്കെ പറയുന്നത് പാപം നിറഞ്ഞ, അശുദ്ധി നിറഞ്ഞ, അവിശ്വസ്തത നിറഞ്ഞ ഒരു ചിന്തയാണ് ഞാൻ കൊണ്ടുവയ്ക്കുന്നത്. അങ്ങനെ നിൽക്കുമ്പോൾ ആ പരമപരിശുദ്ധിയുടെ മുമ്പിൽ ഞാൻ എന്തുമാത്രം അശുദ്ധനാണെന്ന് തിരിച്ചറിയുമ്പോൾ അത്രമാത്രം അശുദ്ധനായ ഞാൻ വീണ്ടും പറഞ്ഞിട്ടിരിക്കുകയാണ് അവരങ്ങനെയാണ് ഇവരിങ്ങനെ. നെവർ. കാരണം നമ്മുടെ അതിലേക്ക് വരണം. നമ്മുടെ ചിന്തയെ പതുക്കെ മാറ്റം വരുത്തണമെങ്കിൽ ദൈവത്തിൻ്റെ എൻ്റെ വാക്കുകൾ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. അതിനുള്ള കൃപ കർത്താവിനോട് ചോദിക്കണം. കർത്താവിൻ്റെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കണം. ഞാനൊക്കെ പണ്ടിങ്ങനെ ബൈബിളൊക്കെ വായിച്ചു തുടങ്ങിയ സമയത്ത് ഈശോയോട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്, കർത്താവേ ഞാൻ വായിക്കാൻ പോകുന്ന വചനങ്ങൾ എൻ്റെ ജീവിതത്തിൽ എന്താ മാറ്റം വരുത്തുന്നതെന്ന് നീ എനിക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരണേ. അങ്ങനെ ഒരു ദിവസം ഞാനൊന്ന് കൺഫെഷനൊക്കെ പോയ സമയത്ത്, മാമോദിസയൊക്കെ കഴിഞ്ഞ് കൺഫെഷനൊക്കെ പോയ സമയത്ത് എൻ്റെ പ്രിയപ്പെട്ട ഒരു വൈദികൻ എനിക്കൊരു ഉപദേശം തന്നായിരുന്നു. പ്രഭാഷകൻ്റെ പുസ്തകത്തിലൊരു വചനം എന്നോട് പറഞ്ഞത്, അതായത് ചെറിയ കാര്യങ്ങളിൽ വീഴ്ച വരുത്തുന്നവൻ അല്പാൽപമായി നശിക്കുന്നു. ചെറിയ കാര്യങ്ങൾ വീഴ്ച വരുത്തുന്നവൻ അല്പാൽപമായി നശിക്കുന്നു. ഒരു ദിവസം കുർബാനയ്ക്ക് പോയില്ല, ചെറിയ കാര്യം. ഒരു ദിവസം കൊന്ത ചൊല്ലില്ല, അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു കാര്യമാണ്. ഇനി ഒരു ഡ്യൂട്ടിയിൽ ചെറിയൊരു ഉഴപ്പ് കാണിച്ചു, ചെറിയ കാര്യമാണ്. ഇച്ചിരി ലേറ്റായി ഒന്ന് ഓഫീസിലേക്ക് കയറി, ചെറിയ കാര്യമാണ്. പറയാതെ വേറെ എന്തെങ്കിലുമൊക്കെ കാണിച്ചു, ചെറിയ കാര്യമാണ്. വീട്ടിൽ നടത്തേണ്ട ഒരു ഉത്തരവാദിത്തം, ചെറിയൊരു ചോർച്ച വന്നു, ഞാൻ അടച്ചില്ല, ചെറിയ കാര്യമാണ്. അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും ഒരു മെയിൻ്റനൻസ് ഞാൻ ചെയ്തില്ല, ചെറിയ കാര്യമാണ്. പക്ഷേ ചെറിയ കാര്യങ്ങളിൽ വീഴ്ച വരുത്തുന്നവൻ അല്പാൽപമായി നശിക്കുന്നു. ആ വചനത്തെക്കുറിച്ച് ഒരു 1 hour പരിശുദ്ധ കുർബാനയുടെ ഫ്രണ്ടിൽ ഇരുന്ന് ധ്യാനിച്ചിട്ട് പോയിക്കോളാം. ധ്യാനിച്ചു കഴിഞ്ഞപ്പോൾ അത് നിസ്സാര കാര്യമല്ല. കാരണം ചെന്ന് അവസാനം വലിയൊരു പടുകുഴിക്കകത്ത് വീഴുമ്പോഴാണ് നമ്മൾ വീണു എന്ന് തിരിച്ചറിയുന്നത്. അപ്പോൾ ഒരു കുഞ്ഞു കാര്യത്തിൽ പോലും ഒരു നിസ്സാരത നമ്മൾ കാണിക്കരുത്, അതിന് വീഴ്ച വരുത്തരുത് എന്ന് തീരുമാനമെടുത്തു. കുഞ്ഞു മൈന്യൂട്ട് കാര്യങ്ങൾ പോലും ഒന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങി അല്ലേ. ചെറിയ ഒരു സ്വിച്ചിൽ ചെറിയൊരു സ്പാർക്ക് വന്നു വീട്ടിൽ, കുഞ്ഞു കാര്യമാണ്. പക്ഷെ ശ്രദ്ധിക്കാതെ വിട്ടു കഴിഞ്ഞാൽ വലിയൊരു തീപിടുത്തത്തിലോട്ട് അത് പോകും. ഇനി ഒരു ഇലക്ട്രിസിറ്റി ബില്ല് ഇപ്പം മാസം ഒരു 450 രൂപ വരുന്നത്, ഒരു മാസം തന്നെ ഒരു 550 രൂപ വന്നു. ചെറിയൊരു കാര്യമാണ്, 100 രൂപ ഡിഫറൻസേ ഉള്ളൂ, പോട്ടേന്ന് വെച്ച് നമ്മൾ അടച്ചു. പക്ഷെ അത് ശ്രദ്ധിക്കാതെ വിട്ട് കഴിഞ്ഞാൽ വലിയൊരു ബാധ്യതയിലേക്ക് നമ്മൾ പോകത്തില്ലേ. ഇതുപോലെ വീട്ടിലെ ചെറിയ കാര്യങ്ങൾ, കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ, ഇനി ചെറിയൊരു അസുഖത്തിൻ്റെ കാര്യങ്ങൾ, അതല്ലേ ഈ മുള്ളുകൊണ്ട് എടുക്കേണ്ടത് കടപ്പാര കൊണ്ട് എടുക്കേണ്ട അവസ്ഥയിലേക്കൊക്കെ നമ്മൾ ആക്കി വെക്കും എന്ന് പറയും. അപ്പോൾ
ആ ഒരു വചനം മനസ്സിലാക്കുന്നതോടുകൂടി ദൈവത്തിൻ്റെ ചിന്താഗതി എന്താണ് നമ്മൾ മനസ്സിലാക്കുക. അത് അല്പകാര്യങ്ങളിൽ വിശ്വസ്തന് വലിയ കാര്യങ്ങൾ ഫലമേൽപ്പിക്കപ്പെടും. ചെറിയ കാര്യങ്ങൾ പോലും നല്ല വിശ്വസ്തയോടെ ചെയ്യുന്നവന് വലിയ കാര്യങ്ങൾ, അത് ദൈവത്തിൻ്റെ മനസ്സങ്ങനെയാണ്. അപ്പോൾ ആ ചിന്ത എന്താണെന്ന് ഞാൻ അറിയുകയാണ്. എൻ്റെ ചിന്തയെ ഞാൻ പയ്യെ 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 മാറ്റം വരുത്തുകയാണ്. എൻ്റെ ചിന്ത മാറുന്നതനുസരിച്ച്, എൻ്റെ ആറ്റിറ്റ്യൂഡ് മാറുന്നതനുസരിച്ച് എൻ്റെ പ്രവൃത്തികൾ മാറാൻ തുടങ്ങും. ആ പ്രവൃത്തികൾ മാറുന്നതനുസരിച്ച് ജീവിതം മാറാൻ തുടങ്ങും. ജീവിതം മാറുന്നതനുസരിച്ച് ദൈവം നന്മകൾ കൂട്ടിച്ചേർക്കപ്പെടാൻ തുടങ്ങും. ആ നന്മകളാണ് ഈ വരും വർഷങ്ങളിൽ നമ്മൾ ആഗ്രഹിക്കേണ്ടത്. അങ്ങനെ ലഭിക്കുന്ന നന്മകൾ അത് സ്ഥിരതയുള്ളതായിരിക്കും. അങ്ങനെ ഒരു നന്മയുടെ ഒരു വർഷം ദൈവം നമുക്ക് പ്രദാനം ചെയ്യട്ടെ. അപ്പോൾ പതുക്കെ നമുക്കൊരു തീരുമാനം എടുക്കാം. എല്ലാ ദിവസവും കർത്താവിൻ്റെ അടുത്ത് ഒരു അരമണിക്കൂർ ഇരിക്കാം എന്നൊരു തീരുമാനം എടുക്കാം. ഇരുന്നിട്ട് ഞാൻ അന്നത്തെ ദിവസം എന്തൊക്കെയാണ് ചെയ്തത്, നാളെ എന്തൊക്കെയാണ് മാറ്റം വരുത്തേണ്ടത്, അതനുസരിച്ച് ബൈബിളിലെ ഒരു വചനം എടുക്കുക, പ്രാക്ടിക്കലി ജീവിക്കുക. ഇനി പരിശുദ്ധ കുർബാനയുടെ നടുക്ക് ഒക്കെ നമുക്ക് ദൈവം വചനം തരുന്നുണ്ട്. ആ വചനം എടുത്ത് പ്രാക്ടിക്കലി ജീവിക്കുക. വചനം പഠിക്കാനൊക്കെ ഭയങ്കര എളുപ്പമാണ്, പക്ഷെ ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത് കാണാതെ പഠിക്കാനുള്ളതല്ല, ഇറ്റ്സ് പ്രാക്ടിക്കലി ജീവിക്കാനുള്ളത്. അങ്ങനെ നമ്മൾ ജീവിച്ചു തുടങ്ങുമ്പോൾ പതുക്കെ 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 നമ്മുടെ ചിന്താഗതിക്ക് പയ്യെ മാറ്റം വരാൻ തുടങ്ങും. ആ ചിന്താഗതിയുടെ മാറ്റമാണ് യഥാർത്ഥത്തിൽ മാനസാന്തരം എന്ന് പറയുന്നത്. ആ മാനസാന്തരം ഉണ്ടായെങ്കിൽ മാത്രമേ നമ്മുടെ പ്രവൃത്തികൾ മാറ്റം വരത്തുള്ളൂ. അതുകൊണ്ടാണ് സ്നാപയോഹന്നാൻ എന്ന് പറയുന്നത് ഫലം എവിടെ എന്ന് ചോദിക്കും. ഈ വർഷം ദൈവം നമ്മളെ വന്ന് നോക്കുമ്പോൾ നമ്മൾ 30 മേനി 60 മേനി 100 മേനി ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളായി മാറപ്പെടണം. ഈ ജോർജ് എന്ന വൃക്ഷത്തിൽ നിന്ന് 30 മേനി 60 മേനി 100 മേനി ഫലം കായ്ക്കണം. കേൾക്കുന്ന ഓരോരുത്തരുടെ ഉള്ളിൽ നിന്നും അങ്ങനെ ഒരു ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളായി മാറണം. നമ്മുടെ വേരിന് കോടാലി വെക്കരുത്. ഈ 2023 വലിയ ഒരു അനുഗ്രഹമായി മാറട്ടെ. 2023 നമ്മുടെ വേരുകൾക്ക് കോടാലി വയ്ക്കപ്പെടരുത്. ആമേൻ.